ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ. സോ കുറച്ച് ദിവസങ്ങളായി ഞാൻ ആലോചിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ രാവിലെ ജിമ്മിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അപ്പം കടയിലൊക്കെ പോകാൻ വിചാരിച്ചിട്ട് ഞാൻ പോവാണ്. നിങ്ങളെ കാണിച്ചു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. സോ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അത് ഇന്നായിട്ട് നമുക്ക് എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി. പ്രത്യേകിച്ച് റൂമിലൊക്കെ നമ്മൾ പൊടി കാര്യങ്ങൾ ഡസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് നല്ലതായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബല്ലു വേൾഡ് എന്ന ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ തന്നിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കണം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്താണോ പവർ സിറ്റി ഉള്ളത്. ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഞാൻ നടന്നു പോയിട്ട് മേടിച്ചുകൊണ്ട് വേഗം തന്നെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനുള്ളതുകൊണ്ട് നേരത്തെ തിരിച്ചു വന്നു. ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ഒരു അൺബോക്സിംഗ് ഒക്കെ ജസ്റ്റ് കാണിക്കുന്നത് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ സാധനം. സോ എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഞാനിവിടെ റൂമിൽ എന്താ പറയുക മേളൊറ്റയ്ക്കാണ് താമസിക്കുന്നത് ആക്ച്വലി. സോ അപ്പോൾ നമുക്ക് ഡസ്റ്റിൻ്റെ കുറേ അലർജി എന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്ക് ചുമൽ കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയപ്പം ഞാനൊരു ഫാൻ മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ ഡസ്റ്റ് കാര്യങ്ങളൊന്ന് എക്സ്പെൽ ചെയ്ത് പോകാനും ഒരു കംഫർട്ടബിൾ ആയിട്ടൊക്കെ റൂം വന്നിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ആലോചിക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ ജനലും കാര്യങ്ങളെല്ലാം അടച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക അത്ര ഒരു എയർ സർക്കുലേഷനോ കാര്യങ്ങളൊന്നുമില്ല റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഈ ഡസ്റ്റ് കൂടുതലുള്ളത് കൊണ്ടൊക്കെ നമുക്ക് ജലദോഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും അതുപോലെ അത്ര നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഇറ്റ്സ് കോൾഡ് എക്സ്പെലെയർ ഫാൻ എന്നാണ് പറയുന്നത്. ചാവ് ഫാൻ ആക്ച്വലി പെൻസിൽ ടോപ്പ് ഫാൻ. അത് അടിപൊളി സാധനമാണ് കേട്ടോ. എക്സ്പെലെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ആക്ച്വലി. സോ ഇത് ആണ് ഞാനിന്ന് മേടിച്ചത്. നല്ല ടവർ പോലെ നല്ല സ്ലിം ആയിട്ടുള്ളൊരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. സോ അതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചിട്ടാണ് വന്നത്. വളരെ നല്ല ഫാനാണിത്. കാരണം നമ്മൾ റൂമിൽ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഉള്ള ഡസ്റ്റ് കാര്യങ്ങളെല്ലാം വലിച്ചെടുത്തോളും. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ നമുക്ക് റൂം അടച്ചിട്ടാൽ തന്നെ നമുക്ക് ഈ ഫാൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല ഓക്കെ ആയിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫാനാണിത്. ഇത് ഞാനൊരു സ്ഥലത്ത് കണ്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട്, അപ്പോൾ ഞാൻ കണ്ടിരിക്കണുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു യൂസസും കേട്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അതേ സെയിം പ്രൊഡക്റ്റ് തന്നെ ആ കമ്പനിയുടെ തന്നെ മേടിച്ചതാണ് ആക്ച്വലി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ നോക്കിയിട്ട് പറയാം എത്ര വിലയൊക്കെ ആവുമെന്ന് പറയാം. നമുക്കത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിരിക്കണേ എന്നൊക്കെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്കതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്, ലൈക്സ് എല്ലാം തന്നിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. കുറേയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങളൊക്കെ ഓൺലൈനായിട്ട് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയുക അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്കിത് അൺബോക്സ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. നമ്മൾ ഫാനൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നു. ഇനി ഞാനിത് അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇപ്പോൾ റൂം അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം അടച്ചിട്ടിപ്പോൾ ആ ഒരു എത്രയൊക്കെ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഇതാന്ന് പറഞ്ഞാലും ഒരു സ്മെല്ലുണ്ടാവും. ഞാൻ എപ്പോഴും സ്പ്രേ ഒക്കെ അടിച്ചാണ് കൊണ്ടുനടക്കണം. നമുക്ക് സെപ്പറേറ്റ് ഇപ്പോൾ നമ്മുടെ ബെഡിന് അടിക്കാനുള്ള സ്പ്രേ ഒക്കെ ഉണ്ട്, ക്ലോത്തിന് അടിക്കാനുള്ള അതൊക്കെ നമ്മൾ അടിച്ചാണ് കൊണ്ടുനടക്കുന്നത്. പക്ഷെ എന്നാൽ കൂടിയും ഒരു ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടാവും. പിന്നെ കുറേ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പാൻ മേടിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, നല്ല ഹൈറ്റ് ഉണ്ട് ആക്ച്വലി ഇതിന്. അടിപൊളിയാണ്. ഞാനൊന്ന് തുറന്നതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. നൈറ്റ് ഷിഫ്റ്റ് എന്താ പറയുക കഴിഞ്ഞ് വന്നുകൊണ്ട് ഞാൻ സ്പ്രേ ഇങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട് എപ്പോഴും തന്നെ റൂമിൽ. മണം അങ്ങനെ ഒരു ചെറുതായിട്ട് എപ്പോഴും ഉണ്ടാവും, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ. കാരണം നമ്മളെങ്കിൽ ഇപ്പോഴും റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എപ്പോഴും ജനൽ തുറന്നിടാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രഷ് എയർ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ.
പൊളി സാധനമാണ് കേട്ടോ. നമുക്ക് 2 വർഷത്തെ വാറണ്ടിയോട് കൂടി, വാറണ്ടി പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് നമുക്ക് സാധനം കിട്ടുന്നത്. ഇതിപ്പോൾ എങ്ങനെ എടുക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും തോന്നുന്നു. ഇതെടുക്കണമെങ്കിൽ ഇനി ഇതിന് ചോടായിരിക്കും പൊട്ടിക്കണ്ടേ. ഇതൊന്നും പൊട്ടിക്കാതിരിക്കില്ല, ചോടായിരിക്കും. ഇതാണ് കറങ്ങന്റെ കയ്യിൽ പുറമെ കെട്ടിപ്പോയിരിക്കും. ഇതെടുക്കണമെങ്കിൽ അടി തുറക്കാവുന്ന. ഓക്കെ, അടി തുറക്കാം. അടി കൂടെ എടുക്കാം. ഏകദേശം പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ, എനിക്ക് വയ്യ. ടവർ പാൻ്റെ ഒരു കാര്യം. അപ്പം നമ്മൾ ഏകദേശം എല്ലാം മേളിൽ മുട്ടുക. നല്ല ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല ഹൈറ്റോട് കൂടിയാണ്. ഓക്കെ, നമ്മുടെ സാധനം അങ്ങനെ ഒരു പരിധി ഇതെങ്ങനെ തുറക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ സാധനം വെളിച്ചടിച്ച് വെക്കും. നമുക്കൊന്ന് എല്ലാം മറ്റേ ഇത് വെച്ചിട്ട് ഒട്ടിച്ചേക്കുക. നമ്മുടെ ഏറ്റവും നമുക്ക് ഒട്ടിച്ചേക്കും. ഒന്നും വേണം. ഇനി നമുക്ക് ഇത് 2 സാധനങ്ങളാണ് ഇതിൻ്റെ സാധനം. എന്താ പറയുക, യോജിപ്പിക്കാൻ അങ്ങനെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഫാൻ വരുന്നത്. ഇനി എങ്ങനെ വെക്കണമെന്നൊക്കെ നമുക്ക് ഗൈഡ് വെച്ചിട്ട് നോക്കി കണ്ടുപിടിക്കാം. എന്തായാലും സാധനം തുറന്ന് പുറത്തെടുത്തു. ഇത് ഫിറ്റ് ചെയ്യണമെങ്കിലാണ് പാട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഫാനിൻ്റെ ആക്ച്വലി ആ ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേസ് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഫാൻ വെക്കേണ്ടത് ആക്ച്വലി. അപ്പോൾ നമുക്ക് ബേസാണ് കിട്ടിയിരിക്കുന്നത്. ഈ ബേസ് ചുമ്മാ ലോക്കിംഗ് സിസ്റ്റം ആണ് ആക്ച്വലി. നമ്മളിങ്ങനെ ജസ്റ്റ് ലോക്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി. പാടൊന്നുമില്ല. ഞാൻ ഓർത്തു ഇത് സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കണമെന്ന്. പക്ഷേ സ്ക്രൂ ഇട്ട് മുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്താ പറയുക, ആ കറക്റ്റ് സ്പേസിലേക്ക് നമ്മൾ ഇറക്കി വെച്ചങ്ങ് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ലോക്കായത് കണ്ടോ, അപ്പം ഇങ്ങനെയായി. അപ്പോൾ ഇതിൻ്റെ മേളിലേക്കാണ് നമ്മൾ ഈ ഫാൻ കുത്തി നിർത്തി വെക്കേണ്ടത്. നമുക്കതൊന്ന് വെച്ച് നോക്കാം. നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ബേസ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുത്തി നിർത്തി നോക്കാം. അപ്പം നമ്മുടെ ഇതിൻ്റെ അടിയിൽ കൂടെ പോകണമായിരിക്കും അല്ലേ.
അടിയിൽ കൂടെ പോകാൻ തോന്നുന്നത് ചെയ്യാൻ. അപ്പം നമുക്ക് ഊരിയിട്ട് വയറും സാധനമൊക്കെ അതിൻ്റെ അകത്തോടെ ഇട്ട് കൊടുക്കണമായിരുന്നു. അത്യാവശ്യം കോഡിനൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ. നമുക്ക് ദൂരെയാണെങ്കിലും വെച്ചിട്ട് കുത്തണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എക്സ്റ്റൻഷൻ ബോർഡ് മേടിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ആവശ്യമില്ല, കാരണം നല്ല നീളം തന്നെ ഉണ്ട്. ഇവിടെ നല്ലൊരു നീളമുണ്ട്. നല്ല നീളമല്ലേ. അപ്പം നമ്മളതിൻ്റെ കണ്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ പോകാം സാധനം. കണ്ടോ അതിൻ്റെ അടിയിൽ കൂടെ ആയിക്കോളും. അങ്ങനെ ഞാൻ തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ എന്താ മനസ്സിലായി. ഇനി നമുക്കിത് കുത്തി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇത് കണ്ടോ ലോക്കായി. ഇങ്ങനെയാണ് നല്ല ടോളല്ലേ നോക്കി, നല്ല നീളമുണ്ട് കേട്ടോ അതിന്. അടിപൊളി കറക്റ്റ്. ഇത് ലോക്കാവുമെന്ന് തോന്നുന്നു. ലോക്കാവുകയാണോ? ഓക്കെ 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 കറക്റ്റ് ഇതിൽ വരണം എന്ന് തോന്നുന്നത്. കറക്റ്റ് കുഴികളിൽ വരണം. കറക്റ്റ് ആ ഒരു ഇതിൽ വന്നെങ്കിൽ മാത്രമാണ് ലോക്കാവുന്നത്. ഇവിടെ ഇങ്ങനെയാണ് സംഗതി ഇരിക്കുന്നത്. അപ്പം ഉണ്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. നമുക്കിത് വെച്ചിട്ട് ഞാനിത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് നിലത്ത് വെക്കാൻ എന്തായാലും വെച്ചിട്ട് ഇത് ലോക്കല്ല, അത് കുറച്ചും കൂടെ ലോക്ക് ആക്കണം എന്ന് തോന്നുന്നു. ലോക്ക് ആയിട്ടില്ല, നോക്കട്ടെ. ഇത് ചാടിപ്പോരുന്നുണ്ട് അങ്ങനെ എല്ലാം തോന്നുന്നു. ഇവിടെ ലോക്ക് ആക്കുന്നുണ്ടോ ഊരിപ്പോരുക. മാനുവലിൽ നോക്കി കഴിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ്. ഓ റിമോട്ടും ഉണ്ട് കേട്ടോ, റിമോട്ടൊക്കെ ഉണ്ട് ഇതിന്. ഓക്കെ, സ്ക്രൂവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്ക്രൂ വെച്ച് നമ്മൾ മുറുക്കണം. അത് ഞാൻ കണ്ടില്ല കേട്ടോ. സ്ക്രൂ ഒന്നുമില്ല. ചെറിയ റിമോട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻ ഒരു ഇതുണ്ട്. Figure 1, Figure 2. ഓക്കെ, ജസ്റ്റ് നോക്കിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ ഫൈനലി നമ്മുടെ ഫാൻ ഏകദേശം ഞാൻ അറേഞ്ച് ചെയ്ത് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കമ്പനി എക്സ്പെലെയർ എന്നുള്ള കമ്പനിയാണ്. ഞാനിങ്ങനെ ഒന്ന് കാണിച്ചു തരുവാണ്. കാണാം കണ്ടോ, നല്ല അടിപൊളി ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നല്ലൊരു ഹൈറ്റ് വരുന്നുണ്ട് ഫാനിന് കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ ആക്ച്വലി. സോ താഴെ നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ സ്ക്രൂ ഇട്ട് മുറുക്കി ആ ബേസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഹൈറ്റ് ഉണ്ട്, ശരിക്കും ഒരു ടവർ പോലെ തന്നെ. ടവർ ഫാനിൻ്റെ പേര് ടവർ പോലെ തന്നെ ഇരിക്കുന്നു ആക്ച്വലി. പിന്നെ നമ്മൾക്കിതിൻ്റെ മുകളിൽ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കാറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എക്സ്പെൽ എയർ എന്നാണ് കമ്പനിയുടെ പേര് കേട്ടോ. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് ആക്ച്വലി. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാൻ നമ്മുടെ റൂമിലേക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. സോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അതിൻ്റെ മാനുവൽ കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ചെയ്യാനൊക്കെ, പാട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനതൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് കാറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിമോട്ട് വരുന്നുണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻ മാനുകളോടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ ഈസിയാണ്. പിന്നെ നമുക്ക് ഒരു ബാറ്ററി കൂടി, ഒരു ചെറിയൊരു ബാറ്ററി കൂടി അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിമോട്ടിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അതിലുള്ളത്. നമുക്ക് റിമോട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ബാറ്ററി ഒക്കെ ഇട്ടിട്ട് നമുക്ക് കാറ്റോ കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കറണ്ടിൽ കുത്തിയിട്ടുണ്ട്. കറണ്ടിൽ നമ്മുടെ അവിടെ കുത്തിയതിന് ശേഷം ഞാൻ പ്രവർത്തിപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കാറ്റ്, നല്ല തണുപ്പുള്ള അടിപൊളി നല്ല ബ്രീസാണ് വരുന്നത് കേട്ടോ. നല്ല ഇതുണ്ടോ. ഇവിടെ നമുക്കിതിനകത്ത് ഓരോ കാര്യങ്ങളുണ്ട് കൺട്രോൾ ചെയ്യാനുള്ള, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതുണ്ടോ. എല്ലാം നമുക്ക് മാറ്റാം. അപ്പോൾ തന്നെ റിമോട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഗതി കേട്ടോ. പ്രവർത്തിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, നല്ല ഹൈറ്റാണ് കേട്ടോ, നല്ല ഹൈറ്റായിട്ടുള്ള ഒരു ടവർ ഫാനാണ് ആക്ച്വലി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല പൊളി സാധനമാണ് കേട്ടോ. അപ്പം എക്സലെയറിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഞാനൊരു സ്ഥലത്ത് കണ്ടിട്ട്, മീൻസ് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതിന് ശേഷം അത് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ആക്ച്വലി. സോ ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ അതിൻ്റെ കാറ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. കണ്ടോ, അടിപൊളി. പക്ഷെ നമുക്ക് റൂമിൽ എന്താ പ്രത്യേകിച്ച് ഇങ്ങനെ അടച്ചിട്ട റൂമൊക്കെ ആകുമ്പോൾ പറയുമ്പോൾ നമുക്ക് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ടും വാങ്ങിയത്. കാരണം ഇച്ചിരി വില കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. ഇതെല്ലാം കൂടെ പറയാം കേട്ടോ. എന്നിട്ട് നമ്മുടെ വില ഞാൻ പറയട്ടെ തന്നെ. നാട്ടിലത്തെ റേറ്റ് ഞാൻ പറയും. ഇവിടെ നാട്ടിലത്തെ റേറ്റ് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ആകാംക്ഷ കാണത്തില്ലല്ലോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിലത്തെ ഇവിടെ ജസ്റ്റ് നോക്കിയിട്ട് പറയാം. Euro to INR, it's 57 euros. ഏകദേശം 5223 രൂപ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ കിട്ടുള്ളൂ. അത്ര ഇതിന് കൂടുതൽ വിലയായിരിക്കും നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിവേ നല്ല 57 യൂറോസാണ് എനിക്കിവിടെ ആയത്. 57 ആയില്ല, ഇച്ചിരി കുറച്ച് കിട്ടി. അപ്പം 5223 റേറ്റ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം പൊളി സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ മേടിക്കുക കേട്ടോ, നല്ല ഉപകാരപ്പെടും. കാരണം നമ്മുടെ റൂമിലുള്ള ആ ഒരു ഡസ്റ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇത് ഡസ്റ്റും കൂടെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും കേട്ടോ. കാറ്റ് തരും മാത്രമല്ല, അങ്ങനെയുള്ള കുറേ ഉപകാരങ്ങൾ കൂടി ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, റൂമിനകത്ത് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണ് കേട്ടോ. സോ അപ്പം പൊളിയാണ് നമ്മുടെ എക്സ്പെലെയറിൻ്റെ ഈ ഒരു ടവർ ഫാൻ ആക്ച്വലി. സോ മാക്സിമം ഇഷ്ടപ്പെടുന്നവരൊക്കെ യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ നമുക്ക് ഞാനിവിടെ മേടിച്ചത് ആക്ച്വലി പവർ സിറ്റി എന്നാണ്. ഇവിടെ ആക്ച്വലി പവർ സിറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പവർ സിറ്റീസ്. അപ്പോൾ പവർ സിറ്റി എന്നാണ് ഞാനിത് വാങ്ങിച്ചത്. പഠിച്ച് നോക്കിയപ്പം ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ഹൈറ്റ് കൂടിയതുണ്ട്. അപ്പം എനിക്ക് ഹൈറ്റ് ഇഷ്ടമുള്ളത് കൂടി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ കട്ടിലെ കിടക്കുമ്പോഴും കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് നമുക്ക് ഉപകാരപ്പെടും. സോ അപ്പം പൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ ദിവസത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. ദിസ് ജസ്റ്റ് ലൂയിസ് ഫ്രം ട്രാവലിംഗ് ബാലു വേൾഡ്.